ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA മുതലായ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടികിട്ടും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കും ഈ അടി ബാധകമാണ്. ഈ അനൗൺസ്മെന്റ് കേട്ടില്ലേ? ലഹരിക്കെതിരെ മരുതോങ്കര ഗ്രാമം ഒന്നിച്ചു പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലഹരിയെ തുരത്താൻ ജനങ്ങൾ തന്നെ കൈകോർത്ത് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന പേരിലാണ് ഈ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇനിയും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, ഇവിടെയുള്ള ന്യൂ ജനറേഷൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരും ഈ കൂട്ടായ്മയും ശക്തിയായ രംഗത്തുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ കുറേയേറെ മാറ്റങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അമ്മമാരുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ കമ്മിറ്റിക്കുണ്ട്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. സുമേഷ് പുഴയിലിറങ്ങുണ്ടോ? നമ്മൾ തച്ചമ്പാറ ഭാഗത്ത് ഒക്കെ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു ഓടിക്കളഞ്ഞു. രാത്രി 10 മണിയായി കഴിഞ്ഞാൽ QRT സജീവമായിരിക്കും. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെ ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട്. 2 മാസം മുൻപ് മരുതോങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി പിടികൂടിയതോടെയാണ് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ലഹരിയെ തുരത്താൻ തീരുമാനിച്ചത്. പല സ്ഥലങ്ങളിലും യുവാക്കളെ പാറക്കെട്ടുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും പുഴ ഓരങ്ങളിലൊക്കെ കാണുകയും അവരെ പിടിക്കുകയും അതുപോലെ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മരുതോങ്കര പഞ്ചായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കെ ജനകീയമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കലാണ് ഇപ്പോൾ ഇതിനുള്ള പോംവഴിയായിട്ട് കാണുന്നത്. വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പിടികൂടുക മാത്രമല്ല, പഞ്ചായത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാകുമ്പോൾ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതും യുവാക്കളെ അടക്കം ബോധവൽക്കരിക്കാനും എളുപ്പത്തിൽ സാധിക്കും. ലഹരി പൂർണ്ണമായും പഞ്ചായത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരു തരത്തിലും ഈ നാട് വെച്ചുപൊറുപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, നമ്മൾ തുടക്കത്തിൽ ഗാന്ധിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. തൊട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹിംസാത്മകമാണ്. പക്ഷേ അടിക്കാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടാകെ പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മൾ സ്നേഹവും സമാധാനത്തിൻ്റെ ഭാഷ്യമായി പോയാൽ നമ്മുടെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ലഹരിക്ക് അടിമയായിപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പ്രത്യേകിച്ചും പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു മാതൃക കൂടിയാണ്. അടിയില്ലെങ്കിലും നമുക്കിങ്ങനെ ഒരുമിച്ച് നിന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു സന്ദേശം തീർച്ചയായും മരുതോങ്കരക്കാർ നൽകുന്നുണ്ടല്ലേ? ദിവിഷ്മണി, തീർച്ചയായിട്ടും. അതായത് ഈ സമീപകാലത്തുണ്ടായ ലഹരി മൂലമുണ്ടായ പ്രശ്നങ്ങൾ എല്ലാവരെയും വളരെ വേദനിപ്പിച്ചതാണ്, ഞെട്ടിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലും ഒക്കെ ഉണ്ടായ സംഭവങ്ങളെ നമുക്കറിയാം. ഇങ്ങനെ ഈ ലഹരിയെ തുരത്താൻ, ലഹരിക്കെതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനൊക്കെ പലരും പല വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തന്നെ അതിൽ പല വഴികളും നോക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ തന്നെ ലഹരിയെ തുരത്താൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടൊരു QRT ടീമൊക്കെ ഉണ്ടാക്കുന്നു. അത് ജനങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇവർ പറയുന്നത്, നേരത്തെ ദിവിഷ്മണി സൂചിപ്പിച്ചത് തന്നെയാണ്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരെയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും എന്ന ഭാഷയിലാണ് അവർ പറയുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം മരുതോങ്കര ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയ വാർത്തകളൊക്കെ നമ്മൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ നാട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനെ ഈ ലഹരിയെ തുരത്തണം, അങ്ങനെ അതിനുവേണ്ടി നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റും അവിടുത്തെ ചെറുപ്പക്കാർ തന്നെ കൂടിക്കൊണ്ട് രാത്രിയിലും പകലുമൊക്കെ ചെറിയ സംഘങ്ങളൊക്കെ ആയിട്ട് പല ഭാഗങ്ങളിലെത്തി ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് നൽകുന്നതിലൂടെ ഒരുപക്ഷെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇതിൽ ബോധവാന്മാരാകും. ഒരുപാട് കുട്ടികളെയൊക്കെ നമുക്ക് ബോധവൽക്കരിക്കാനും ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് പറഞ്ഞ് അത്തരത്തിൽ
ഇത്തരത്തിലുള്ള ക്ലാസുകൾ പുറത്തു നിന്നുള്ള ആളുകളെയൊക്കെ ഗ്രാമത്തിൽ എത്തിച്ച് ലഹരിയുമായി ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബോധവൽക്കരണത്തിനൊപ്പം അല്പം ഭയത്തിന്റെ കൂടി അംശം ചെന്നാലേ നമ്മുടെ നാട്ടിൽ പലരും നന്നാവുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് തുടങ്ങുക, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങുക, അങ്ങനെ പ്രതിരോധിക്കാം. മരുതോങ്കര തീർച്ചയായും ഒരു മാതൃകയാണ്. എല്ലായിടത്തും ഇങ്ങനെ നാട്ടുകാർ ഉണർന്നാൽ ഈ ലഹരി മാഫിയയെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് കടിഞ്ഞാണ്ടിടാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു നല്ല വാർത്തകൾ കൂടി നമുക്ക് അധികം വൈകാതെ പങ്കുവയ്ക്കാൻ കഴിയും.